ഒരു ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ ഓർഡർ എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ലാസ്റ്റത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂരത്തെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്, തോംസൺ കാസ. അത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകും. 12:50 നമുക്ക് ഓർഡർ അടിച്ച് 12:45 റൂമിൽ ഇരുന്നപ്പോൾ തന്നെയാണ് അടിച്ചത്. 12:50 ഓർഡർ എടുക്കുന്നത്. 10 രൂപ ടിപ്പും ഉണ്ട് കേട്ടോ. ടിപ്പ് വന്നിരിക്കുന്നത് ആൽബർട്ട് സണ്ണിയാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പായിട്ട് പോവാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ 2 ദിവസം കൂടെ തൃശ്ശൂരുണ്ട്. പിന്നെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാം എവിടെയാണ് എന്നുള്ളത്. 1-2 സ്ഥലമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹോസ്റ്റൽ കിട്ടുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെറ്റാകുന്നത്. ഒന്ന് മലപ്പുറം ജില്ലയിലും അത് പാലക്കാട് ജില്ലയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മലപ്പുറം ജില്ല, ഇപ്പോൾ അവിടെ റൂം സെറ്റാണെങ്കിൽ, നല്ല റൂം സെറ്റ് ആവുകയാണെങ്കിൽ അവിടെ നിൽക്കും. ഇനി നമ്മൾ 1 മാസം 15 ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസം നിൽക്കും. ഇപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ഇപ്പോൾ 1 മാസമാണ് നിൽക്കുന്നത്. 1 മാസം ആയിട്ടില്ല, 1 മാസം ആവാൻ പോവുകയാണ്. ഓർഡേഴ്സ് കുറവാണ് കേട്ടോ തൃശ്ശൂർ. കുറച്ച് ദിവസമായിട്ട് നല്ല ഓർഡേഴ്സ് കുറവാണ്. കഴിഞ്ഞ ദിവസം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി. അതിന് മുമ്പത്തെ ദിവസം, കഴിഞ്ഞ ദിവസം ഏകദേശം 1400 സംതിങ് കിട്ടിയായിരുന്നു. അതിന് മുന്നത്തെ ദിവസം ഫസ്റ്റ് ഇൻസെൻറ്റീവേ കിട്ടിയുള്ളൂ. 950, 1010 ഒക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ 2 ദിവസം കിട്ടിയത്. അതിന് മുന്നേ അങ്ങനെയൊക്കെ തന്നെയാണ്. 800 ഇൻസെൻറ്റീവ്. ഇത് ഓർഡർ വളരെ കുറവാണ് ഇപ്പം ഒരാഴ്ചയായിട്ട്. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ഓർഡർ ആയിരുന്നു കേട്ടോ. ടിപ്പ് സൈസ് 33 രൂപ കിട്ടിയിട്ടുള്ളൂ. നമ്മളങ്ങനെ വൃന്ദാവൻ പ്യുവർ വെജിൽ എത്തിയിട്ടുണ്ട്. ഓർഡർ റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ 2ാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊട്ടടുത്താണ്, 550 മീറ്ററേ ഉള്ളൂ കേട്ടോ. ഇതുവഴിയാണല്ലോ കയറി പോകേണ്ടത്. ഇന്നലെ എല്ലാം ലോങ് ആയിരുന്നു കേട്ടോ. ഇന്നെല്ലാം ചെറുതാണ്. ഇവിടെ റോഡ് ഇത് അമ്പലത്തിലേക്കുള്ളതാണല്ലോ. ഇവിടെ വഴിയില്ലേ. ഇത് ക്രോസാണ് കേട്ടോ. ഈ വഴിയും കണ്ടാണ് അവർ കാണിച്ചേക്കുന്നത്. പ്രൈവറ്റ് വഴിയൊക്കെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ടായിരുന്നു. പുതിയ കൺവെൻഷൻ നടക്കുന്ന നീരവ പരദേശത്ത് നമ്മൾ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് അസൗകര്യമുള്ളതാണ്. അപ്പോൾ ഇതുവഴി ഇപ്പം പോകാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഡെലിവറി. എവിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 2nd floor. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും. ഇവിടെ തൽക്കാലത്തേക്ക് പാർക്ക് ചെയ്യും.
ഹായ് നോ പാർക്കിംഗ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്കിതേപോലെ വെച്ച് കൊട്ടാരക്കര വെച്ച് എനിക്ക് ഫൈൻ കിട്ടിയിട്ടുള്ളതാണ്. നോ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്യും. നമുക്ക് അന്നേരം റീച്ച് ഡ്രോപ്പ് കൊടുത്തിട്ട് സാധനം കൊണ്ട് കൊടുക്കാം. മൂന്നാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. എല്ലാം ചെറിയ ഓർഡറാണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഓർഡറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തും ചെറിയ ഓർഡർ ആയിരിക്കും. ഒരു ലോങ് ട്രിപ്പ് കിട്ടിയായിരുന്നെങ്കിൽ. അടുത്ത ഓർഡർ അടിച്ചു. അതും ചെറിയ ഓർഡറാണ് കേട്ടോ. അക്ഷയ എന്നാണ് ഓർഡർ അടിച്ചത്. അത് ഇവിടെയാണ് രാഗം തിയേറ്ററിൻ്റെ തലഭാഗം. ഇവിടുന്ന് അടിക്കാറുണ്ട്, പത്തൻസ് അടിക്കാറുണ്ട്. പിന്നെ ഇവിടെ തന്നെ 2-3 ഹോട്ടൽ വേറെ ഉണ്ട്. ഈ അക്ഷയ എന്നാണ് ഇപ്പോൾ ഓർഡർ അടിച്ചത്. അതിൻ്റെ താഴെ വേറുണ്ട്, അവിടുന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോവാം. ചിക്കൻ ബിരിയാണി 84. ഈ ഭാഗത്തങ്ങ് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം പാർക്കിംഗ് വളരെ കുറവാണ്. തൃശ്ശൂരിലെ ലാസ്റ്റ് ദിവസമാണ്. തൃശ്ശൂരിൽ വന്നിട്ട് ഏകദേശം നമ്മൾ 1 മാസം ആവാൻ പോകുന്നു. 1 മാസം ആയിട്ടില്ല, ഇനി 1-2 ദിവസം കൂടെ കഴിഞ്ഞാലാണ് 1 മാസം ആകുന്നത്. അപ്പോൾ 1 മാസം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പം ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ നല്ല ഓർഡറായിരുന്നു. പിന്നെ മഴ ഉണ്ടായിരുന്നല്ലോ, ഒരു 6-7 ദിവസം അടുപ്പിച്ച് മഴയുള്ള ദിവസം ഉണ്ടായിരുന്നല്ലോ, അത് അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിൽ എല്ലായിടത്തും നല്ല ഓർഡർ നല്ല പൈസ കിട്ടി മഴ സമയത്ത്. പിന്നെ എക്സ്ട്രാ നമുക്ക് ഓരോ ഓർഡറിനും എക്സ്ട്രാ പൈസ കിട്ടുമല്ലോ മഴയത്ത്. മഴ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഓർഡർ കുറഞ്ഞു വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ ഇല്ല. കഴിഞ്ഞ ദിവസം ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇൻസെൻറ്റീവ്സ് ആയത് ഏകദേശം 1400 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പുള്ള ദിവസം ഫസ്റ്റ് ഇൻസെൻറ്റീവ് കിട്ടിയത് ഏകദേശം 1000 സംതിങ്. പിന്നെ അതിന് മുമ്പ് 900 സംതിങ്. ഓർഡർ തീരെ ഇല്ല. ഇന്നും ഓർഡർ തീരെ ഇല്ല കേട്ടോ. ഇന്നത്തെ രൂപ കിട്ടുന്നതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ 1 മാസം ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാൾ ഓർഡർ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം ഓർഡർ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് മഴ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓർഡർ തീരെ ഇല്ല. പിന്നെ ടിപ്പ് ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ച് കുറഞ്ഞ ടിപ്പ് കിട്ടിയ ഒരു സ്ഥലമാണ്. അത് ചിലപ്പോൾ 1 മാസം ആയതിനെ കൊണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് നമ്മൾ 3 മാസമൊക്കെ കുറഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ. ടിപ്പ് പൊതുവെ കുറവാണ്. ആഴ്ചയിൽ എനിക്കൊരു 180, 140, 200 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ റൂം എടുത്ത് വന്ന് വർക്ക് ചെയ്യാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വലിയ മെച്ചമൊന്നും കിട്ടത്തില്ല കേട്ടോ റൂം എടുത്തിട്ട്. പാർട്ട് ടൈമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഞാൻ പാർട്ട് ടൈം വീഡിയോ ചെയ്തിട്ടുണ്ട്. പാർട്ട് ടൈമായിട്ട് ഇവിടെ വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ ഇവിടെ വേറെ ഏതെങ്കിലും ചെറിയ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം. ചിലവ് കഴിഞ്ഞ് ഒരു 300 തൊട്ട് 500 വരെ കിട്ടുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. പിന്നെ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ടൗണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ അടിപൊളി സ്ഥലങ്ങളാണ്. കുറേ വയലേരിയകളും നല്ല തണലുള്ള സ്ഥലങ്ങളും. ടൗണ് കഴിഞ്ഞ ഉടനെ കുറേ നല്ല അടിപൊളി മനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും കേട്ടോ. ഈ ടൗണിൻ്റെ ഒരു ഇതുണ്ടല്ലേ, എന്താണ്, ചൂടും തിരക്കും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൗണിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ വയലേരികളുണ്ട്. പിന്നെ നല്ല ആൾക്കാരാണ്, കസ്റ്റമറൊക്കെ സൂപ്പർ കസ്റ്റമറാണ്. കൂടുതൽ നമുക്ക് ഫോൺ വിളിക്കേണ്ട ആവശ്യം ഇവിടെ കോഴിക്കോട് വന്നിട്ടില്ല. നമ്മൾ വരപ്പം തന്നെ നല്ലൊരു ശതമാനം കസ്റ്റമറും അപ്പോൾ തന്നെ വരും. പിന്നെ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് പിന്നെ ലൊക്കേഷൻ തെറ്റായിട്ടുള്ള അഡ്രസ്സ് 1 മാസം വർക്ക് ചെയ്തിട്ട് ഇതുവരെ തെറ്റായിട്ടുള്ള ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്ര ചിലപ്പോൾ
പറഞ്ഞു പോയാൽ. അതായത് തെറ്റായിട്ടുള്ള ഒരു അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ അഡ്രസ്സും കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ഫോൺ വിളിക്കുന്ന കസ്റ്റമർ വളരെ കുറവായിരുന്നു. നമ്മൾ ചെല്ലപ്പം തന്നെ കസ്റ്റമർ പലപ്പോഴും വന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അത് കോഴിക്കോട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെന്തോന്ന് പറയാമെന്ന്, പിന്നെ അടുത്തായിട്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയുടെ അടുത്ത ജില്ലയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. 15 ദിവസത്തേക്ക് റൂം കിട്ടും, ഹോസ്റ്റലിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ 15 ദിവസത്തേക്ക് വർക്ക് ചെയ്യും. ഓരോ സ്ഥലത്തും നമ്മൾ കുറച്ച് ദിവസം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എടുക്കാനാണ് താല്പര്യം. അതേപോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ സൊമാറ്റോ വ്ളോഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.